ഏയ് ഇല്ല നവി. ഈ രേഷ്മ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതോടുകൂടി പുതിയ ഒരാളായിരിക്കും. അതെൻ്റെ മമ്മയ്ക്കും പപ്പയ്ക്കും കൊടുത്ത വാക്കാണ്. എന്നാലും രേഷു, ഒരു എന്നാലും ഇല്ല നവി. ഇതൊക്കെ കേട്ട് പൂർവിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ലിഫ്റ്റ് 3rd ഫ്ലോറിൽ എത്തിയിരുന്നു. ശ്രീക്ക് മുന്നേ പൂർവി വേഗം ഇറങ്ങി. അത് കാണാൻ ശ്രീക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ശ്രീയും ഇറങ്ങിയതിന് ശേഷം അവർ പൂർവിയെയും കൂട്ടി മുന്നോട്ട് നടന്നു. ശ്രീ പൂർവിയുടെ പിന്നിലായിട്ടാണ് നടന്നത്. പെട്ടെന്നാണ് മുന്നോട്ട് നടന്ന പൂർവി സ്റ്റക്കായി നിന്നത്. അത് കാണി ശ്രീയും നടത്തം നിർത്തിക്കൊണ്ട് അവളെ നോക്കി. അന്നേരം കാണുന്നത് കണ്ണും തള്ളി വേറെ എവിടേക്കോ നോക്കി നിൽക്കുന്ന പൂർവിയെയാണ്. അവൻ്റെ നോട്ടവും അവൾ നോക്കുന്നിടത്തേക്ക് പോയി. അന്നേരം കാണുന്ന കാഴ്ച ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കയ്യിലെടുത്ത് ഗാഢമായി ചുംബിച്ചുകൊണ്ട് ഒരു ഫ്ലാറ്റിലേക്ക് കയറിപ്പോകുന്നതാണ്. അത് കാണി ശ്രീക്ക് ചിരി ഇങ്ങെത്തിയിരുന്നു, പൂർവിയുടെ ഇപ്പോഴത്തെ അവസ്ഥയോർത്ത്. എന്നാലും അവൻ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അവളുടെ കൈക്ക് ചെറുതായി തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ നമ്മുടെ നാട് പോലെയല്ല. ഇത് കണ്ട് ഇങ്ങനെ കണ്ണുമിഴിക്കാൻ നിന്നാൽ അതിനെ നേരം കാണും. താൻ അതൊന്നും ശ്രദ്ധിക്കേണ്ട. അതും പറഞ്ഞ് ശ്രീ അവളെയും കൂട്ടി മുന്നോട്ട് നടന്നു. അവരുടെ റൂം നമ്പർ എഴുതിയ ഡോറിന് മുന്നിൽ എത്തി എന്ന് കണ്ടപ്പോൾ ശ്രീ റൂം തുറന്നുള്ളിൽ കയറി. പൂർവി അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കയറുമ്പോൾ തന്നെ ചെറിയൊരു ഹാളായിരുന്നു. അവർ വേഗം കയ്യിലുള്ള ചെറിയ ബാഗും എടുത്ത് നേരെ റൂമിലേക്ക് നടന്നു. ശ്രീയാണെ ആരുടെയോ കോൾ വന്നതുകൊണ്ട് ഹാളിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. പൂർവി ഡോറും തുറന്ന് റൂമിൽ കയറിയ ഉടനെ അവിടെ ഒന്നാകെ നോക്കി. വൈറ്റ് ബെഡ്ഷീറ്റ് വിരിച്ച ചെറിയ ബെഡ്, കുറച്ച് മാറി ഒരു സോഫ സെറ്റ്, അതിനടുത്തായി തന്നെ കബോർഡ്, ടേബിൾ ലാമ്പ്, മിനി ഫ്രിഡ്ജ് എല്ലാം ആ റൂമിനകത്തുണ്ടായിരുന്നു. അവളെല്ലാം ഒന്ന് നോക്കി. അന്നേരമാണ് കോൾ ചെയ്ത് കഴിഞ്ഞ ശ്രീ അങ്ങോട്ട് വന്നത്. പൂർവി, താൻ വേഗം ഫ്രഷായി വാ, എന്നിട്ട് നമുക്ക് പുറത്തു പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അത് കേൾക്കെ പൂർവി തലയാട്ടിക്കൊണ്ട് കയ്യിലുള്ള ബാഗ് എടുത്ത് കബോർഡിൽ വെച്ച് ഫ്രഷ് ആവാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. കുറച്ച് നിമിഷത്തിന് ശേഷം അവൾ ഇറങ്ങിയ പാടെ ശ്രീയും കയറി ഫ്രഷായി വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി റൂം പൂട്ടി വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ശ്രീയുടെ നോട്ടം പോയത് ഓപ്പോസിറ്റ് ഫ്ലാറ്റിലേക്കാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ടപ്പോൾ ശ്രീയുടെ കണ്ണുകൾ വിടർന്നു. അതേസമയം തന്നെ ഓപ്പോസിറ്റ് റൂമിൽ നിന്ന് ഇറങ്ങിയവനും ശ്രീയെ കണ്ടിരുന്നു. ആദി, കാർത്തി എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് പരസ്പരം കെട്ടിപ്പിടിച്ചു. എത്ര നാളായടാ കണ്ടിട്ട്? ശ്രീ ആദിയെ നോക്കി. അത് പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് നോക്കവേ ഒരു പെൺകുട്ടി കൂടി ആദിയുടെ പിന്നാലെ ഇറങ്ങി വന്നു. അത് കാണെ ശ്രീ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ആദിയെ നോക്കി. ശ്രീയുടെ നോട്ടം കാണെ അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ ആദി പറഞ്ഞു, എടാ, ഇത് എൻ്റെ ഒരേയൊരു ഭാര്യ ദക്ഷിണ. ഞാൻ ദാക്ഷായണി എന്ന് വിളിക്കും. ദച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയാലെ അവളെ ശ്രീക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോഴാണ് പൂർവിയും ശ്രീയുടെ പിന്നാലെ വന്ന് നിന്നത്. അത് കാണെ ആദി ചോദിച്ചു, ഇതാണല്ലേ നിന്റെ വൈഫ്? അത് കേട്ട് പൂർവിയും ശ്രീയും ഒരുപോലെ ഞെട്ടി. അത് കാണെ ആദി അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആദിയുടെ നോട്ടം കാണെ ശ്രീ ഒന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു, ഇത് പൂർവി. അവന് ആ നേരം പൂർവിയെ വെറും ഫ്രണ്ട് മാത്രമാണെന്ന് പറയാൻ മനസ്സനുവദിച്ചില്ല. അല്ല, നീ എന്താ ഇവിടെ? ശ്രീ വാക്കുമാറ്റാൻ എന്നോണം ചോദിച്ചു. അപ്പോഴേക്കും അവർ ലിഫ്റ്റിനടുത്ത് എത്തിയിരുന്നു. ആദി ലിഫ്റ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തു. ദച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. അപ്പോൾ ഇവൾക്കൊരാഗ്രഹം, ബാംഗ്ലൂർ പബ്ബ് കാണാൻ. അപ്പോൾ ഞാനും കരുതി എൻ്റെ പ്രിയതമയുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തേക്കാമെന്ന്. അപ്പോഴേക്കും ലിഫ്റ്റ് വന്നു. അതിലവർ 4 പേരും കൂടി കയറി. ഡോർ അടഞ്ഞപ്പോൾ ശ്രീ ചിരിച്ചുകൊണ്ട് ദച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ദക്ഷിണയുടെ വെറൈറ്റി ആഗ്രഹമായി പോയല്ലോ. അത് കേട്ട് ദച്ചു വളിച്ച ചിരി പാസാക്കിക്കൊണ്ട് ആദിയെ കുറിപ്പിച്ചു നോക്കി. ദൈവമേ, ഇന്നത്തെ കാര്യം സ്വാഹ, ആദി ആത്മഗതം പറഞ്ഞു. ഇവരുടെ കണ്ണോണ്ടുള്ള കളി കാണെ പൂർവിയുടെ ചുടിയിൽ നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ തന്നെ അവൾ ശ്രീയെ നോക്കി. അതേസമയം തന്നെ അവൻ്റെ നോട്ടവും അവളിലേക്ക് എത്തിയിരുന്നു. അപ്പാടെ തന്നെ പൂർവി തൻ്റെ കണ്ണുകളെ അവനിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നു. അത് കാണെ ശ്രീയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അപ്പോഴേക്കും അവർ താഴെ എത്തിയിരുന്നു. എടാ, നിങ്ങളും ഞങ്ങളുടെ കൂടെ വാ, എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അതും പറഞ്ഞ് ആദി ശ്രീയെ തോളിലൂടെ കൈയിട്ടു. അപ്പോൾ ശ്രീ ദയനീയമായി പൂർവിയെ പിന്തിരിഞ്ഞു നോക്കി. അവർ രണ്ടുപേരുടെയും നോട്ടം കാണെ ദച്ചു വേഗം പൂർവിയുടെ കയ്യിൽ കയറി പിടിച്ചോണ്ട് പറഞ്ഞു, പ്ലീസ് പൂർവി, വേണ്ടാന്ന് മാത്രം പറയല്ലേ. അല്ലേ ഞാൻ പബ്ബിൽ പോയാൽ പോസ്റ്റാകും. പ്ലീസ് വാ വാ പൂർവി. ദച്ചു അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. അത് കേൾക്കെ പൂർവി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി
തൻ്റെ സമ്മതം അറിയിച്ചിരുന്നു. അത് കാണെ ആദി ശ്രീയോടായി പറഞ്ഞു, ഇന്നത്തെ ചെലവ് എൻ്റെ വക. അതും പറഞ്ഞ് ആദി എല്ലാവരെയും കൂട്ടി മുന്നോട്ട് നടന്നു. പബ്ബിൽ കയറിയതും അവിടെയുള്ള കാതടപ്പിക്കുന്ന സൗണ്ടും ഒരു സൈഡിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ കാണെ ദച്ചു ആവേശത്തിൽ കാലും കൈയും ഒക്കെ അനക്കാൻ തുടങ്ങി. അത് കാണെ പൂർവി വേഗം അവളുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു, വാ നമുക്ക് അവിടെ പോയി ഇരിക്കാം. അവിടെ ഇട്ടിരുന്ന വി ഷേപ്പ് സോഫ സെറ്റ് കാണിച്ചുകൊണ്ട് പൂർവി പറഞ്ഞു. അവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുവരും അവിടെ പോയിരുന്നു. അത് കാണെ ആദി ശ്രീയെയും കൂട്ടി അവർ കാണാത്ത വിധത്തിൽ ഒരു സൈഡിൽ നിരത്തിയിരിക്കുന്ന 2 കസേരയിൽ കയറിയിരുന്നു. ഇതേ സമയം അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയായിരുന്ന ദച്ചുവിൻ്റെയും പൂർവിയുടെയും തൊട്ടടുത്ത് നിന്നും ഒരു സ്വരം കേട്ടു. അത് കേൾക്കെ ഇരുവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ഒരു സപ്ലയർ ബോയ് ആയിരുന്നു അത്. അവൻ അവരോട് കുടിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചു. എന്നിട്ട് വായിൽ കൊള്ളാത്ത കുറേ പേര് പറഞ്ഞു. ഓറഞ്ച് വിത്ത് വോഡ്ക, ലൈം വിത്ത് വോഡ്ക, ബ്ലൻഡഡ് വിസ്കി വിത്ത് ആപ്പിൾ കോക്ടെയിൽ. പക്ഷേ ഡി ജെയുടെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഇരുവരും ലൈം എന്നും ഓറഞ്ച് എന്നും മാത്രമേ കേട്ടുള്ളൂ. അത് കേട്ടപാടെ ദച്ചു അവൾക്കൊരു ഓറഞ്ച് എന്നും പൂർവിക്ക് അവളോട് ചോദിച്ച് ഒരു ലൈമും എന്നും പറഞ്ഞു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ആ പയ്യൻ അവിടെ നിന്നും പോയി. ഇതേ സമയം ശ്രീ ഒരു മഗ് ബിയർ കുടിക്കാൻ തുടങ്ങിയിരുന്നു. ആദിയാണെ മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്ന 3-4 ഷോട്ട്സ് വോഡ്കയിൽ നിന്ന് ഒന്നെടുത്ത് പതിയെ കുടിക്കാൻ തുടങ്ങി. കുടിക്കുന്നതിനിടയിലും അവരുടെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ദച്ചുവും പൂർവിയും ഓർഡർ ചെയ്തത് സപ്ലയർ കൊണ്ടുകൊടുത്തിരുന്നു. ആദിയും ശ്രീയും ഇടയ്ക്കിടെ ഇവരെ നോക്കിക്കൊണ്ട് തന്നെ തങ്ങളുടെ കയ്യിലുള്ളത് കുടിച്ചു തീർത്തിരുന്നു. 4 എണ്ണം കുടിച്ചിട്ടും ആദിക്ക് എവിടെയും എത്തിയില്ല. ശ്രീയാണെ പൂർവി കൂടെയുള്ളത് കൊണ്ട് അധികം കുടിച്ചില്ല. പൂർവി അവൾക്ക് കൊടുത്ത ലൈമ് ഒരു എറുക്ക് കുടിച്ചപാടെ മുഖം ചുളിച്ചുകൊണ്ട് ദച്ചുവിനോടായി പറഞ്ഞു, ഹാ ഇതെന്താ ഒരു ടേസ്റ്റ് വ്യത്യാസം? ആ എനിക്കും തോന്നി. ചിലപ്പോൾ ഇവിടെയൊക്കെ ഈ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കേരളത്തിലെ ടേസ്റ്റ് മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും. ദച്ചു വലിയ കാര്യം പോലെ പറഞ്ഞു. പൂർവി ദച്ചു പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് ഓരോ സിപ്പ് കുടിച്ചുകൊണ്ടിരുന്നു. ഇരുവരുടെയും ഗ്ലാസ് പെട്ടെന്ന് തന്നെ കാലിയായിരുന്നു. എടി പൂർവി, നമ്മൾ കുടിച്ചത് എല്ലാം 4 കാണുന്ന മാജിക് ജ്യൂസാടി. ദച്ചു, എനിക്ക് 4 കാണേണ്ട, എനിക്ക് 2 കണ്ടാൽ മതി. അതും പറഞ്ഞ് പൂർവി കൊച്ചുകുട്ടികളെപ്പോലെ ചുണ്ടു പിളർത്തി. സത്യ അല്ല, സത്യമായിട്ടും 4 2 മാജിക് ജ്യൂസിൻ്റെ പേര് എനിക്കറിയില്ല. ദച്ചു പൂർവിയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ആദ്യമായിട്ടായതുകൊണ്ട് ലഹരി പെട്ടെന്ന് അവളുടെ തലയ്ക്ക് പിടിച്ചു തുടങ്ങിയിരുന്നു. ഇരുവർക്കും ശരീരത്തിന് ബലം നഷ്ടപ്പെട്ടതുപോലെ തോന്നിയതിനാൽ ഇരുവരും വേഗം പരസ്പരം കെട്ടിപ്പിടിച്ചു. ദേഹമൊക്കെ പിരിക്കുന്നത് പോലെ തോന്നി. ദച്ചു കരയാൻ തുടങ്ങി. ഈ പൂർവി, ഞാൻ ഇപ്പോൾ മരിക്കും. ആ ചപ്രത്തലയെ നമുക്ക് വിഷമാണ് കൊണ്ടു തന്നത്. എനിക്കെൻ്റെ നാദേട്ടനെ കാണണം. ഇപ്പോൾ കാലൻ ഇങ്ങെത്തും. ഇരുവരുടെയും ഭാവമാറ്റം കണ്ട് ശ്രീയും ആദിയും അവരുടെ അരികിലേക്ക് ഓടിയെത്തിയിരുന്നു. ശ്രീയെ കാണെ പൂർവിയുടെ കണ്ണുകൾ വിടർന്നു. ഡി ദച്ചു, കാലേട്ടനോട് വരല്ലേന്ന് പറ. ഞാൻ ശ്രീയേട്ടനോട് ഐ ലവ് യു പറഞ്ഞില്ലാന്ന് പറ. ലഹരി അവളിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അവളിൽ നിറഞ്ഞു നിന്നത് അവളുടെ പ്രണയം മാത്രമായിരുന്നു. മറ്റെല്ലാം ലഹരിയിൽ മൂടപ്പെട്ടിരുന്നു. പൂർവി പറയുന്നത് കേൾക്കെ ശ്രീ ഞെട്ടലോടെ അവളെ നോക്കി. സ്വബോധത്തോടെ അല്ലെങ്കിലും അവളത് പറഞ്ഞപ്പോൾ ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. സന്തോഷമോ സങ്കടമോ എന്തെല്ലാമോ അവനെ വന്ന് മൂടി. അതിൻ്റെ എഫക്റ്റിൽ അടുത്തോടെ പോകുന്ന സപ്ലൈയുടെ കയ്യിലുള്ള ട്രൈയിൽ നിന്ന് 1-2 ഷോട്ട്സ് വോഡ്ക എടുത്ത് ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു. അവൻ വീണ്ടും എടുക്കുന്നത് കാണെ ആദ്യ വേഗം അവനെ തടഞ്ഞിരുന്നു. കാർത്തി, വേണ്ട.